നല്ല മൊഞ്ചുള്ള ഈ ഒരു പുട്ടുണ്ടല്ലോ, ഉണ്ടാക്കുന്നത് വരെ ഞാൻ ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതൊരു ഐറ്റം ഉണ്ടാക്കി കൊടുത്താലും അടിപൊളിയായിരിക്കും കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ക്യാരറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ക്യാരറ്റ് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളത്തിന് പകരം വീണ്ടും പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ക്യാരറ്റ് പാൽപുട്ട് എന്നുള്ള രീതിയിലാട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പാൽ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത്. നമ്മൾ പുട്ട് ഉതിർത്തെടുക്കുന്ന സമയത്ത് എത്ര പാൽ വേണം നമുക്കറിയാമല്ലോ. അതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കിയുള്ള 1 ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പുട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയിലായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കില്ല. അതിന് പകരം ഈ ഒരു ക്യാരറ്റും തേങ്ങയുള്ള മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് ഉതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കൂടെ തേങ്ങ കൂടെ അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ആദ്യം ആ ഒരു ക്യാരറ്റ് തേങ്ങയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വീണ്ടും ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പുട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല മൊഞ്ചുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ക്യാരറ്റ് പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് പഞ്ചസാര കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാനും അതുപോലെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് കൂടുതലിഷ്ടം പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതേ രീതിയിൽ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അടിപൊളിയാണ്. എപ്പോഴും ഒരുപോലെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടവും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്